നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പന്നിത്തടം കേച്ചേരി റോഡിൽ നീണ്ടൂർ തങ്ങൾപടിയിൽ അമ്മയെയും 10 വയസ്സ് പ്രായമുള്ള മകളെയും വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പഴഞ്ഞി സ്വദേശി കണ്ടറശ്ശേരി വീട്ടിൽ അനീഷിന്റെ ഭാര്യ 35 വയസ്സുള്ള രേഖ, മകൾ 10 വയസ്സുള്ള ആരതി കൃഷ്ണ എന്നിവരാണ് മരിച്ചത്. കുടുംബ വഴക്കാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന സൂചന. ഒല്ലൂരിൽ 103 ഗ്രാം MDMA-യുമായി കുന്നംകുളം സ്വദേശികൾ അറസ്റ്റിൽ. ദേശീയപാത നടത്തറയിൽ നിന്ന് പിടിയിലായത് കാണിപ്പയ്യൂർ സ്വദേശി വിഷ്ണു, അടുപ്പുട്ടി സ്വദേശി ശരത് എന്നിവർ. ബാംഗ്ലൂരിൽ നിന്ന് കുന്നംകുളത്തേക്ക് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നിരുന്ന മയക്കുമരുന്നാണ് പിടികൂടിയത്. എരുമപ്പെട്ടിയിൽ വിൽക്കുന്നതിനും വാങ്ങുന്നതിനും കഞ്ചാവ് കൈവശം സൂക്ഷിച്ചിരുന്ന യുവാക്കളും പോലീസ് പിടിയിൽ. ആഘോഷപൂർവ്വം ശ്രീകൃഷ്ണ ജയന്തി. പിറന്നാൾ ദിനത്തിൽ ഉണ്ണിക്കണ്ണനെ ഒരു നോക്ക് കാണുവാനും പിറന്നാൾ സദ്യയിൽ പങ്കെടുക്കാനുമായി ഗുരുഭവനപുരിയിലേക്ക് ആയിരങ്ങളെത്തി. വിവിധ ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടന്ന അഷ്ടമിരോഹിണി ഘോഷയാത്ര ഗുരുഭവനപുരിയെ അമ്പാടിയാക്കി. നാടാകെ നടന്ന ശോഭായാത്രകളും വർണ്ണാഭം. റോഡ് അറ്റകുറ്റപ്പണി. കേച്ചേരിയിൽ ഗതാഗത കുരുക്ക് രൂക്ഷം. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ കേച്ചേരി ചൂണ്ടൽ മേഖലയിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കേച്ചേരി സെന്ററിൽ ഗതാഗത കുരുക്ക് യാത്രികർക്ക് ദുരിതമായത്. ടാറി മിക്സിന്റെ ലഭ്യതക്കുറവ് മൂലം നിർത്തിവെച്ച തൃശൂർ കുറ്റിപ്പുറം റോഡിലെ കേച്ചേരി ചൂണ്ടൽ മേഖലയിലെ ടാറിംഗ് പ്രവൃത്തി പുനരാരംഭിച്ചു. വാർത്തകൾ വിശദമായി. പന്നിത്തടം കേച്ചേരി റോഡിൽ നീണ്ടൂർ തങ്ങൾപടിയിൽ അമ്മയെയും 10 വയസ്സ് പ്രായമുള്ള മകളെയും വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പഴഞ്ഞി സ്വദേശി കണ്ടറശ്ശേരി വീട്ടിൽ അനീഷിന്റെ ഭാര്യ രേഖ, മകൾ ആരതി കൃഷ്ണ എന്നിവരാണ് മരിച്ചത്. കുടുംബ വഴക്കാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് സൂചന. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെ രേഖയുടെ മാതാവ് സുമതിയാണ് തൂങ്ങി മരിച്ചു നിൽക്കുന്നത് ആദ്യം കണ്ടത്. ഞായറാഴ്ചയാണ് ഇവർ നീണ്ടൂരിലെ സ്വന്തം വീട്ടിലേക്കെത്തിയത്. തിങ്കളാഴ്ച രാവിലെ മാതാവ് സുമതി പണിക്ക് പോയിരിക്കുകയായിരുന്നു. രേഖയുടെ സഹോദരി ഫോൺ ചെയ്ത് കിട്ടാതായതിനെ തുടർന്ന് സുമതിയെ വിളിച്ചു പറയുകയും വീട്ടിൽ വന്ന് അന്വേഷിക്കുകയുമായിരുന്നു. തുടർന്നാണ് വീടിനുള്ളിലെ കിടപ്പുമുറിയിൽ മകളെയും കൊച്ചുമകളെയും തൂങ്ങിയ നിലയിൽ കണ്ടത്. ഉടൻ തന്നെ എരുമപ്പെട്ടി പോലീസിനെ വിവരം അറിയിച്ചു. കുന്നംകുളം ഡിവൈഎസ്പി CR സന്തോഷ്, എരുമപ്പെട്ടി ഇൻസ്പെക്ടർ CV ലൈജുമോൻ, SI ജബ്ബാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി മേൽനടപടി സ്വീകരിച്ചു. സംഭവ സമയത്ത് രേഖയുടെ മകൻ ആദികൃഷ്ണ അനീഷിന്റെ വീട്ടിലായിരുന്നു. കുടുംബവഴക്കാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന് പറയുന്നു. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ, ബ്ലോക്ക് മെമ്പർ KK മണി, വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ, വാർഡ് മെമ്പർ KR സിമി, സ്ഥിരം സമിതി അധ്യക്ഷ രമണി രാജൻ എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു. CCTV ന്യൂസ്, വേലൂർ. ഒല്ലൂരിൽ 103 ഗ്രാം MDMA-യുമായി കുന്നംകുളം സ്വദേശികൾ അറസ്റ്റിലായി. ദേശീയപാത നടത്തറയിൽ MDMA-യുമായി കുന്നംകുളം കാണിപ്പേർ സ്വദേശി വിഷ്ണു, അടുപ്പുട്ടി സ്വദേശി ശരത് എന്നിവരാണ് പിടിയിലായത്. സിറ്റി ഡാൻസ് ഓഫ് സംഘവും ഒല്ലൂർ പോലീസും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. ബാംഗ്ലൂരിൽ നിന്ന് കുന്നംകുളത്തേക്ക് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നിരുന്ന മയക്കുമരുന്നാണ് പിടികൂടിയത്. 50 ഗ്രാം MDMA-യുമായി ഇളന്തുരുത്തിൽ നിന്ന് മറ്റൊരു യുവാവിനെ കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടിയിരുന്നു. വിൽക്കുന്നതിനും ഉപയോഗിക്കുന്നതിനും കഞ്ചാവ് കൈവശം സൂക്ഷിച്ചിരുന്ന യുവാക്കളെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. എരുമപ്പെട്ടി ITC റോഡിൽ താമസിക്കുന്ന കുറ്റിക്കാട്ടിൽ അഖിൽ, കരിയന്നൂർ മാത്തുപ്പറമ്പിൽ മുഹമ്മദ് സിനാൻ, നെല്ലുവായ് തെക്കുമുറി തിച്ചിപ്പറമ്പിൽ വിവേക്, കടങ്ങോട് മില്ലെ ചീരാത്ത സന്ദീപ് എന്നിവരെയാണ് ഇൻസ്പെക്ടർ CV ലൈജുമോന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. അഖിലും മുഹമ്മദ് സിനാനും വിൽപ്പന നടത്തുന്നവരാണെന്ന് പോലീസ് പറഞ്ഞു. ഇവരുടെ സംഘത്തിൽപ്പെട്ടവർക്കായി അന്വേഷണം ആരംഭിച്ചു. എരുമപ്പെട്ടി, കടങ്ങോട് പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിൽ കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളുടെ വിൽപ്പനയും ഉപയോഗവും വർദ്ധിച്ചിട്ടുണ്ട്. രഹസ്യവിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. നാട്ടിലെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന ലഹരി മാഫിയ സംഘങ്ങൾക്കെതിരെ DYFI ചാവക്കാട് മേഖലാ കമ്മിറ്റി മുതുവട്ടൂരിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. യോഗം CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PS അശോകൻ ഉദ്ഘാടനം ചെയ്തു. മുഹമ്മദ് റിനൂസ് അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ കമ്മിറ്റി അംഗം മാലിക്കുളം അബ്ബാസ്, മഹിളാ അസോസിയേഷൻ ലോക്കൽ സെക്രട്ടറി MP രാജലക്ഷ്മി, KS വിഷ്ണു, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ TS ദാസൻ, VB ബിജി, TM ബാബുരാജ്, PV നഹാസ് എന്നിവർ സംസാരിച്ചു. ആഘോഷപൂർവ്വം ശ്രീകൃഷ്ണ ജയന്തി. പിറന്നാൾ ദിനത്തിൽ ഉണ്ണിക്കണ്ണനെ ഒരു നോക്ക് കാണുവാനും പിറന്നാൾ സദ്യയിൽ പങ്കെടുക്കുവാനുമായി ഗുരുഭവനപുരിയിലേക്ക് 10,000-ങ്ങളെത്തി. തിരക്ക് കണക്കിലെടുത്ത് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ക്ഷേത്ര നഗരിയിൽ ഒരുക്കിയത്. കണ്ണന്റെ പിറന്നാൾ സുദിനത്തിൽ ഉണ്ണിക്കണ്ണന്മാരാലും ഗോപികമാരാലും ഗുരുഭവനപുരി നിറഞ്ഞു. കൃഷ്ണലീലകളിലാടി നാടും നഗരവും മതിമറന്നു. പുലർച്ചെ മുതൽ ക്ഷേത്രത്തിൽ ദർശനത്തിന് വൻ ഭക്തജനത്തിരക്ക് അനുഭവപ്പെട്ടു. കണ്ണനെ ഒരു നോക്കുകണ്ട് ദർശന സായുജ്യം നേടാൻ ഇന്നലെ രാത്രി മുതൽ ഭക്തർ ക്ഷേത്രസന്നിധിയിൽ എത്തിയിരുന്നു.
ദർശനത്തിന് പുലർച്ചെ മുതൽ നീണ്ട നിരയായിരുന്നു. രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 2 വരെ VIP ദർശനം നിയന്ത്രിച്ചത് സാധാരണ ഭക്തർക്ക് അനുഗ്രഹമായി. ക്ഷേത്രത്തിൽ രാവിലെ കാഴ്ചശീവേലിക്ക് കൊമ്പൻ ഇന്ദ്രസെൻ ഗുരുവായൂരപ്പൻ്റെ സ്വർണ്ണക്കോലമേറ്റി. പെരുവനം കുട്ടന്മാരാരുടെ പഞ്ചാരിമേളം അകമ്പടിയായി. രാവിലെ 9 മുതൽ അന്നലക്ഷ്മി ഹാളിലും പുറത്ത് പന്തലിലും തെക്കേനടയിലെ ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിലുമായി പിറന്നാൾ സദ്യ തുടങ്ങി. രസകാളൻ, പുളിഞ്ചി, ഓലൻ, അവിയൽ, മെഴുക്കുപുരട്ടി, ഉപ്പിലിട്ടത്, വറുത്തുപ്പേരി, പപ്പടം, പാൽപ്പായസം തുടങ്ങിയവയായിരുന്നു വിഭവങ്ങൾ. രാവിലെ 9 മണി മുതൽ ആരംഭിച്ച പ്രസാദഊട്ടിൽ 1,00,000-ഓളം പേർ പങ്കെടുത്തു. വൈകിട്ട് 5 മണി വരെ പിറന്നാൾ സദ്യയുണ്ടായി. അഷ്ടമിരോഹിണി ദിവസത്തെ പ്രധാന വഴിപാടായ നെയ്യപ്പം അത്താഴപൂജയ്ക്ക് ഭഗവാന് നിവേദിക്കും. 42,000-ഓളം നെയ്യപ്പമാണ് തയ്യാറാക്കുന്നത്. 8 ലക്ഷത്തിൻ്റെ പാൽപ്പായസവും തയ്യാറാക്കുന്നുണ്ട്. 13 കീഴ്ശാന്തി ഇല്ലങ്ങളിലെ 100ഓളം നമ്പൂതിരിമാരാണ് കണ്ണൻ്റെ പിറന്നാൾ ഗംഭീരമാക്കാൻ പാൽപ്പായസവും അപ്പവും തയ്യാറാക്കുന്നതിനും മറ്റ് ക്ഷേത്രജോലികൾക്കുമായി ഇന്ന് പുലർച്ചെ മുതൽ പ്രവൃത്തിയെടുക്കുന്നത്. ക്ഷേത്രത്തിനുള്ളിൽ തിടപ്പള്ളിയിലും വാതിൽമാടത്തിലുമെല്ലാം അടുപ്പ് തയ്യാറാക്കി നറുനെയ്യിലാണ് അപ്പം തയ്യാറാക്കുന്നത്. രാത്രി അത്താഴപൂജയ്ക്ക് ഗുരുവായൂരപ്പന് നിവേദിച്ച ശേഷം അപ്പം ഭക്തർക്ക് വിതരണം ചെയ്യും. CCTV ന്യൂസ്, ഗുരുവായൂർ. വിവിധ ആഘോഷ കമ്മിറ്റി നേതൃത്വത്തിൽ നടന്ന അഷ്ടമിരോഹിണി ഘോഷയാത്ര ഗുരുഭവനപുരി അമ്പാടിയാക്കി. ഗുരുവായൂർ നായർ സമാജത്തിന്റെ ആഭിമുഖ്യത്തിലെ ആഘോഷ പരിപാടികൾ മമ്മിയൂർ ക്ഷേത്ര സന്നിധിയിൽ നിന്നാണ് ആരംഭിച്ചത്. ദേവീദേവന്മാരുടെ തിടമ്പെഴുന്നള്ളിച്ച ജീവത എഴുന്നള്ളിപ്പ് മഹാദേവ സന്നിധിയിൽ 1 മണിക്കൂറോളം നിറഞ്ഞാടി. ഗുരുവായൂരിൽ അഷ്ടമിരോഹിണി ദിവസം നായർ സമാജത്തിന്റെ നേതൃത്വത്തിലുള്ള ആഘോഷ പരിപാടിയിലെ മുഖ്യ ഇനമാണ് ജീവത എഴുന്നള്ളത്ത്. തുടർന്ന് ഗോപികാ നൃത്തത്തോടെ ഉറി അടിച്ചുടച്ചാണ് ഘോഷയാത്ര ആരംഭിച്ചത്. ദേവീദേവന്മാരുടെ തിടമ്പെഴുന്നള്ളിച്ച ജീവത എഴുന്നള്ളിപ്പും ശ്രീകൃഷ്ണരഥവും മേളവും ഘോഷയാത്രയെ ഭക്തിസാന്ദ്രമാക്കി. നഗരവീഥികളിൽ അലങ്കരിച്ച് കെട്ടിത്തൂക്കിയ ഉറികൾ രാധാകൃഷ്ണ വേഷമണിഞ്ഞ കുട്ടികൾ നൃത്തച്ചുവടുകളോടെ അടിച്ചുടച്ചു. തുടർന്ന് വാശിയേറിയ ഉറിയടിയും ഉണ്ടായി. അപ്പം, അവിൽ തുടങ്ങിയവയാണ് ഉറികളിൽ നിറച്ചിരുന്നത്. ഘോഷയാത്രയിലുടനീളം ഭക്തർക്ക് അപ്പം വിതരണം ചെയ്തു. ഘോഷയാത്ര ഗുരുവായൂരപ്പ സന്നിധിയിലെത്തി പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ സമാപിച്ചു. പെരിന്തട്ട ശിവകൃഷ്ണ ഭക്ത സേവാ സംഘത്തിന്റെ ഘോഷയാത്ര പെരിന്തട്ട ക്ഷേത്ര സന്നിധിയിൽ നിന്നാണ് തുടങ്ങിയത്. ഉറിയടി, താലം, മേളം, ഗോപികാ നൃത്തം എന്നിവ അണിനിരന്ന ഘോഷയാത്ര ഗുരുവായൂരിലെത്തിയ ശേഷം തെക്കേനടയിൽ സമാപിച്ചു. CCTV ന്യൂസ്, ഗുരുവായൂർ. വിവിധയിടങ്ങളിലായി നടന്ന ശോഭായാത്രകളുടെ ഉൾപ്പെടെ അഷ്ടമിരോഹിണി ആഘോഷങ്ങളുടെ വിശദാംശങ്ങൾ ഈ ബുള്ളറ്റിനിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ മറ്റു വാർത്തകളിലേക്ക്. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രകലാ പുരസ്കാരം കൂടിയാട്ടം കലാകാരൻ കലാമണ്ഡലം രാമചാക്യാർക്ക് മന്ത്രി VN വാസവൻ സമ്മാനിച്ചു. കഥകളി ഉൾപ്പെടെയുള്ള ക്ലാസിക്കൽ കലകൾക്ക് പ്രോത്സാഹനം നൽകുന്നതിൽ ക്ഷേത്രങ്ങൾ ഏറെ സംഭാവന നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഭക്തർ എത്തിച്ചേരുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിൽ പശ്ചാത്തല സൗകര്യം പരിമിതമാണ്. ഇത് വർദ്ധിപ്പിക്കാൻ ദേവസ്വവും സർക്കാരും ശ്രമിക്കുകയാണ്. മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ഇതിന് പരിഹാരം കാണുമെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ അധ്യക്ഷത വഹിച്ചു. NK അക്ബർ MLA, നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ്, കലാമണ്ഡലം കൽപ്പിത സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ MV നാരായണൻ, ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ KP വിശ്വനാഥൻ, VG രവീന്ദ്രൻ, നഗരസഭാ കൗൺസിലർ ശോഭ ഹരിനാരായണൻ, ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ എന്നിവർ സംസാരിച്ചു. അതോടൊപ്പം തന്നെ മലയാളിയുടെ അഭിനയചാരുതയും സമന്വയിപ്പിച്ചുകൊണ്ടാണ് കൂടിയാട്ടം കലാരൂപം നമ്മുടെ നാട്ടിൽ ക്ഷേത്രങ്ങളിലെല്ലാം അവതരിപ്പിച്ചത്. ആ കല അവതരിപ്പിക്കുന്നതിന് അതിന് 4 പ്രധാനപ്പെട്ട അഭിനയ രൂപങ്ങളുള്ളതാണ് ആ കല വിശദമാക്കുന്നത്. ഒന്ന് ആംഗികം, എന്നുവെച്ചാൽ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും അവതരിപ്പിച്ചുകൊണ്ടുള്ള ആംഗികങ്ങൾ അവതരിപ്പിക്കുന്നതാണ് ആംഗികം. രണ്ടാമതായി വാചികം, അത് ഗദ്യപദ്യ രൂപത്തിൽ അവതരിപ്പിക്കുന്ന കഥയുടെ ഇതിവൃത്തം സദസ്സിനെ ബോധ്യപ്പെടുത്തുന്ന രൂപത്തിലേക്ക് എത്തിക്കുന്നതാണ് അതിപ്രധാനമാണ്. ടാറിംഗ് മിക്സിന്റെ ലഭ്യതക്കുറവ് മൂലം നിർത്തിവെച്ച തൃശൂർ കുറ്റിപ്പുറം റോഡിലെ കേച്ചേരി ചൂണ്ടൽ മേഖലയിലെ ടാറിംഗ് പ്രവൃത്തി പുനരാരംഭിച്ചു. ആദ്യ ദിനത്തിൽ ചൂണ്ടൽ പുതിയ പാലത്തിനു സമീപത്തു നിന്ന് ആരംഭിച്ച് കേവലം 300 മീറ്റർ ദൂരം മാത്രമാണ് ടാറിംഗ് നടത്തിയത്. പാലക്കാട് ശ്രീകൃഷ്ണപുരത്തു നിന്നാണ് ടാറിംഗ് മിക്സിംഗ് എത്തിച്ചിരുന്നത്. എന്നാൽ ആവശ്യത്തിന് ടാറിംഗ് മിക്സ് ലഭ്യമല്ലാതായതോടെ കഴിഞ്ഞ ദിവസം ടാറിംഗ് നിർത്തിവെക്കേണ്ടി വന്നിരുന്നു. തിങ്കളാഴ്ച രാവിലെ 11:30 3 വലിയ ടോറസ് ലോറികളിൽ ടാറിംഗ് മിക്സ് എത്തിച്ചതോടെയാണ് പ്രവൃത്തി പുനരാരംഭിച്ചത്.
ആദ്യ ദിനം ടാറിംഗ് അവസാനിപ്പിച്ചെടുത്തു നിന്ന് പുനരാരംഭിച്ച പ്രവൃത്തി തൂവാനൂർ മേഖല വരെ പൂർത്തീകരിക്കുന്നതിനുള്ള ശ്രമമാണ് കരാറുകാരനും KSTP അധികൃതരും നടത്തുന്നത്. കഴിഞ്ഞ 5 ദിവസമായി റോഡിലെ ഗതാഗതം നിരോധിച്ചാണ് ടാറിംഗ് പ്രവൃത്തി നടത്തിയിരുന്നത്. എന്നാൽ കാര്യമായി പ്രവൃത്തി പുരോഗമിക്കാത്തതിൽ യാത്രികരുടെ ഭാഗത്തുനിന്ന് വ്യാപക പ്രതിഷേധമാണ് ഉയർന്നത്. ഞായറാഴ്ച അടച്ച റോഡ് തുറന്ന് സ്വകാര്യ ബസ്സുകളും കണ്ടെയ്നർ ലോറികളും ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കടത്തിവിട്ടിരുന്നു. തിങ്കളാഴ്ച വീണ്ടും നിർമ്മാണം ആരംഭിച്ച പശ്ചാത്തലത്തിൽ ചൂണ്ടൽ ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ കൂനമുച്ചി, മറ്റം, ആളൂർ വഴി കേച്ചേരിയിലേക്ക് തിരിച്ചുവിട്ടു. കേച്ചേരിയിൽ നിന്നുള്ള വാഹനങ്ങൾ ഇതേ പാതയിലൂടെ ചൂണ്ടൽ എത്തിച്ചേരുകയും ചെയ്തു. കേച്ചേരി വരെയുള്ള കുഴികൾ അടയ്ക്കുന്നത് പൂർത്തിയായാൽ ഗതാഗതം പഴയതുപോലെ പുനഃസ്ഥാപിക്കും. CCTV ന്യൂസ്, കേച്ചേരി. അതേസമയം കേച്ചേരിയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമായി. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ കേച്ചേരി ചൂണ്ടൽ മേഖലയിൽ റോഡ് അറ്റകുറ്റപ്പണി നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കേച്ചേരി സെന്ററിൽ ഗതാഗതക്കുരുക്ക് യാത്രികർക്ക് ദുരിതമായത്. കേച്ചേരി സെന്ററിൽ നിന്ന് ആളൂർ വഴിയാണ് വാഹനങ്ങൾ തിരിച്ചുവിടുന്നത്. വീതി കുറഞ്ഞ റോഡിലൂടെ ഇരുഭാഗത്തേക്കും വാഹനങ്ങൾ വരുന്നതാണ് ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നത്. കഴിഞ്ഞ 4 ദിവസമായി സമാനമായ രീതിയിൽ വാഹനങ്ങളുടെ നീണ്ട നിരയാണ് കേച്ചേരി മുതൽ മഴുവഞ്ചേരി വരെയുള്ള മേഖലയിൽ ദൃശ്യമാകുന്നത്. കുന്നംകുളം പോലീസും ഹൈവേ പോലീസും ഗതാഗത നിയന്ത്രണത്തിനായി സ്ഥലത്തുണ്ടെങ്കിലും ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാൻ കഴിയുന്നില്ലെന്നതാണ് യാഥാർത്ഥ്യം. കേച്ചേരി സെന്ററിന് പുറമെ ആളൂർ, മറ്റം, കൂനമുച്ചി റോഡിലും പലപ്പോഴും വലിയ രീതിയിലുള്ള ഗതാഗതക്കുരുക്ക് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അറ്റകുറ്റപ്പണി പൂർത്തീകരിച്ച് റോഡ് തുറന്നുകൊടുത്താൽ ഗതാഗതക്കുരുക്കിന് അല്പം ശമനമുണ്ടായേക്കാം. CCTV ന്യൂസ്, കേച്ചേരി. ചിറ്റഞ്ഞൂരിൽ യുവാവിന് വീട് കയറി മർദ്ദിച്ചതായി പരാതി. ചിറ്റഞ്ഞൂർ സൗഹൃദ നഗറിൽ താമസിക്കുന്ന താണിയിൽ വീട്ടിൽ ധീരജനാണ് മർദ്ദനമേറ്റത്. പ്രദേശവാസിയായ നിജേഷാണ് ആക്രമിച്ചതെന്ന് ധീരജ് പറഞ്ഞു. ഞായറാഴ്ച രാത്രി 10 മണിയോടുകൂടിയായിരുന്നു സംഭവം. ധീരജും കുടുംബവും വീട്ടിൽ TV കണ്ടുകൊണ്ടിരിക്കുന്നതിനിടെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി മർദ്ദിക്കുകയായിരുന്നു. തടയാനെത്തിയ പിതാവിനും മർദ്ദനമേറ്റു. പരിക്കേറ്റ ധീരജ് കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവത്തിൽ കുന്നംകുളം പോലീസിൽ പരാതി നൽകി. വ്യക്തിവൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് പറയുന്നു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ പുന്നയൂർക്കുളം ചമ്മന്നൂർ സ്വദേശി അറസ്റ്റിൽ. ചമ്മന്നൂർ താഴത്തയിൽ വീട്ടിൽ സുധാകരനെയാണ് വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഗുരുവായൂർ ACP TS സിനോജിന്റെ നിർദ്ദേശപ്രകാരം വടക്കേക്കാട് SI ഗോപിനാഥൻ, CPOമാരായ രതീഷ് കുമാർ, റെജിൻ, റോഷ്നി, ഹരി എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. CV ശ്രീരാമന്റെ ഓർമ്മയ്ക്കായി അയനം സാംസ്കാരിക വേദി ഏർപ്പെടുത്തിയ 15ാമത് അയനം CV ശ്രീരാമൻ കഥാപുരസ്കാരത്തിന് DC ബുക്സ് പ്രസിദ്ധീകരിച്ച ഷനോജ് R ചന്ദ്രന്റെ കാലുടിഞ്ഞ പുണ്യാളൻ എന്ന പുസ്തകം അർഹമായി. 11,111 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. സന്തോഷ് കുമാർ ചെയർമാനും CS ചന്ദ്രിക, VKK രമേശ്, ഡോക്ടർ റോഷ്നി സ്വപ്ന എന്നിവർ അംഗങ്ങളുമായ ജൂറിയാണ് പുരസ്കാരത്തിന് അർഹമായ കൃതി തെരഞ്ഞെടുത്തത്. ആഖ്യാന ചാരുത കൊണ്ട് സമ്പന്നമായ 7 കഥകളുടെ സമാഹാരമാണിത്. CV ശ്രീരാമൻ എന്ന വലിയ എഴുത്തുകാരന്റെ പേരിലുള്ള അയനം CV ശ്രീരാമൻ പുരസ്കാരത്തിനായി കാലുടിഞ്ഞ പുണ്യാളൻ തിരഞ്ഞെടുക്കുന്നതിൽ ആഹ്ലാദമുണ്ടെന്ന് ജൂറി അഭിപ്രായപ്പെട്ടു. 2024 ആഗസ്റ്റ് 30 വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്ക് കേരള സാഹിത്യ അക്കാദമിയിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി K രാജൻ പുരസ്കാരം സമർപ്പിക്കും. കുന്നംകുളം മാർത്താറ്റ് കാറിന് പുറകിൽ സ്വകാര്യ ബസ് ഇടിച്ച അപകടം. 1 വയസ്സുകാരന് പരിക്ക്. തിരുവല്ല സ്വദേശി ജാനകി നിവാസിൽ അർഷിനാണ് പരിക്കേറ്റത്. തിങ്കളാഴ്ച രാവിലെ 11 മണിയോടുകൂടിയായിരുന്നു അപകടം. ഗുരുവായൂരിൽ ക്ഷേത്രദർശനം കഴിഞ്ഞ് തിരുവല്ലയിലേക്ക് പോകുകയായിരുന്ന കുടുംബം സഞ്ചരിച്ച കാറിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ ഗുരുവായൂർ പട്ടാമ്പി റൂട്ടിൽ സർവീസ് നടത്തുന്ന ദീപാസ് ബസ് കാറിന് പുറകിൽ ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റ കുട്ടിയെ കുന്നംകുളം മാക്സ് ആംബുലൻസ് പ്രവർത്തകർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ കാറിന്റെ പുറകുവശം പൂർണ്ണമായും ബസിന്റെ മുൻവശം ഭാഗികമായും തകർന്നു. കുന്നംകുളം പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വിശുദ്ധ ദൈവമാതാവിന്റെ ജനന പെരുന്നാളായ എട്ടുനോമ്പ് പെരുന്നാളിന് ഞായറാഴ്ച കൊടിയേറി. ഞായറാഴ്ച രാവിലെ തൃശൂർ ഭദ്രാസനാധിപൻ കുര്യാക്കോസ് മോർ ക്ലിമീസ് മെത്രോപൊലിത്ത വിശുദ്ധ കുർബാന അർപ്പിച്ചു. എട്ടുനോമ്പ് പെരുന്നാൾ പ്രോഗ്രാം നോട്ടീസ് മെത്രോപൊലിത്ത പ്രകാശനം ചെയ്തു. പെരുന്നാൾ കൊടി ആശീർവാദത്തിനു ശേഷം ട്രസ്റ്റി, സെക്രട്ടറി എന്നിവർക്ക് കൈമാറി. മദ്ബഹ ശുശ്രൂഷകരുടെ അകമ്പടിയോടെ കൊടിമരത്തിലേക്ക് പ്രവേശിച്ചു. പ്രാർത്ഥനയ്ക്കു ശേഷം കുര്യാക്കോസ് മോർ ക്ലിമീസ് മെത്രോപൊലിത്ത എട്ടുനോമ്പ് പെരുന്നാൾ കൊടിയേറ്റം നടത്തി. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. സെപ്റ്റംബർ 1 മുതൽ 8 വരെയാണ് ദൈവമാതാവിൻ്റെ മധ്യസ്ഥത യാചിച്ചുള്ള എട്ടുനോമ്പാചരണം നടക്കുന്നത്. 8 ദിവസങ്ങളിലും രാവിലെ വിശുദ്ധ കുർബാന, പകൽ ധ്യാനയോഗം, വൈകിട്ട് സന്ധ്യാനമസ്കാരം, ഗാനശുശ്രൂഷ എന്നിവ നടക്കും. സെപ്റ്റംബർ 1-ാം തീയതി വിശുദ്ധ കുർബാനയ്ക്കു ശേഷം പള്ളി സ്ഥാപിച്ച പരിശുദ്ധ യൂയാക്കിം മോർ കൂറിലോസ് ബാവയുടെയും ബസേലിയോസ് പൗലോസ് ദ്വിതീയൻ ശ്രേഷ്ഠ കത്തോലിക്ക ബാവയുടെയും അനുസ്മരണം നടക്കും.
വൈകിട്ട് 42ാമത് സുവിശേഷ യോഗം ഫാദർ ജേക്കബ് മഞ്ഞളി വചനസന്ദേശം നൽകും. 6 ദിവസങ്ങളിൽ വൈകിട്ട് 7-ന് സുവിശേഷ മഹായോഗവും 5-ാം തീയതി രാത്രി മുട്ടുകുത്തൽ വഴിപാടും നടക്കും. 7-ാം തീയതി രാത്രി 7-ന് പ്രസിദ്ധവും ഭക്തിനിർഭരവുമായ 8 നോമ്പ് റാസ, ദൈവമാതാവിന്റെ വിശുദ്ധ സൂനോറെ വണക്കം, അത്താഴ സദ്യ എന്നിവ നടക്കും. 8-നു രാവിലെ വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയ്ക്ക് ബേസിൽ പോൾ റമ്പാൻ കാർമ്മികത്വം വഹിക്കും. പ്രദക്ഷിണം, നേർച്ച സദ്യ എന്നിവയോടെ പെരുന്നാൾ സമാപിക്കും. വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നേൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള 51-അംഗ കമ്മിറ്റി നേതൃത്വം നൽകും. CCTV ന്യൂസ് പെരുമ്പിലാവ്. എടക്കളത്തൂർ ദേശാഭിമാനി കലാകായിക സാംസ്കാരിക വേദി ആൻഡ് പബ്ലിക് ലൈബ്രറി ഒരുക്കുന്ന അന്നകര കളത്തിപ്പറമ്പിൽ മാധവൻ സ്മരണാർത്ഥം കേരള സംസ്ഥാന പ്രൊഫഷണൽ നാടകോത്സവത്തിന് തുടക്കമായി. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഉദ്ഘാടന സദസ്സ് മാറ്റിവെച്ച് അനുശോചനം രേഖപ്പെടുത്തി സേവ്യർ ചിറ്റിലപ്പള്ളി MLA, സംഗീത സംവിധായകൻ മണികണ്ഠൻ അയ്യപ്പ, ക്ലബ്ബ് ഭാരവാഹികളായ പ്രൊഫസർ VS മാധവൻ, CA ജിനേഷ്, AM ലിജേഷ്, KC ഷാജു എന്നിവർ സംസാരിച്ചു. 1-ാം ദിവസം അമ്പലപ്പുഴ അക്ഷരജ്വാലയുടെ അനന്തരം എന്ന നാടകം അരങ്ങേറി. തിങ്കളാഴ്ച കടയ്ക്കാവൂർ നടനസഭയുടെ റിപ്പോർട്ടർ നമ്പർ 79 എന്ന നാടകം അരങ്ങേറും. എടക്കളൂർ ശ്രീരാമചന്ദ്ര വിലാസം UP സ്കൂളിലാണ് നാടകോത്സവം നടക്കുന്നത്. കുന്നംകുളം ബാറിന്റെ 609ാമത് പരിപാടി കൊല്ലം ആവിഷ്കാരയുടെ സൈക്കിൾ എന്ന നാടകത്തിന്റെ അവതരണം ബുധനാഴ്ച നടക്കും. കുന്നംകുളം മുനിസിപ്പൽ ടൗൺ ഹാളിൽ രാത്രി 7 മണിക്കാണ് നാടകാവതരണം. കുന്നംകുളം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ 20ാം വാർഷികത്തിന്റെ ഭാഗമായി രോഗി വളണ്ടിയർ കുടുംബ സംഗമം സംഘടിപ്പിച്ചു. KM ഗഫൂർ അധ്യക്ഷത വഹിച്ച സംഗമം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ KV ദേവദാസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. T സോമശേഖരൻ, ലബീബ് ഹസൻ, ഡോക്ടർ താജ്പോൾ പനക്കൽ, ഡോക്ടർ AV മണികണ്ഠൻ, KP സാക്സൺ, ഗഫൂർ കടങ്ങോട്, CE ഉണ്ണി എന്നിവർ സംസാരിച്ചു. പെൻകോ ബക്കർ സ്വാഗതവും KA രാമചന്ദ്രൻ നന്ദിയും പറഞ്ഞു. 100ഓളം രോഗികളും അവരുടെ കുടുംബാംഗങ്ങളും വളണ്ടിയർമാരും സംഗമത്തിൽ പങ്കെടുത്തു. രോഗികൾക്ക് ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ അടങ്ങിയ കിറ്റും നൽകി. ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും സദ്യയും ഒരുക്കിയിരുന്നു. വർണ്ണാഭമായി അഷ്ടമിരോഹിണി ആഘോഷങ്ങൾ. കൃഷ്ണരാധവേഷം ധരിച്ചെത്തിയ കുട്ടികൾ നിരത്തുകൾ കീഴടക്കി. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നടന്ന പ്രദക്ഷിണം നാടിനെ അമ്പാടിയാക്കി മാറ്റി. വിശദാംശങ്ങളിലേക്ക്. ബാലഗോകുലം കുന്നംകുളം ശ്രീകൃഷ്ണ ജയന്തി ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നംകുളം നഗരത്തിൽ സംഘടിപ്പിച്ച ശോഭയാത്രയിൽ 1000ഓളം ബാലികാ ബാലന്മാരാണ് അണിനിരുന്നത്. വിവിധ കേന്ദ്രങ്ങളിൽ നിന്നാരംഭിച്ച ചെറുശോഭയാത്രകൾ വൈകിട്ട് 5 മണിയോടെ കുന്നംകുളം കക്കാട് മഹാഗണപതി ക്ഷേത്ര സന്നിധിയിൽ സംഗമിച്ചു. തുടർന്ന് ക്ഷേത്ര പരിസരത്ത് ഉറിയടിയും ഉണ്ണിക്കണ്ണന്മാരുടെയും ഗോപികമാരുടെയും ആനന്ദനൃത്തവും നടന്നു. 5:30 കക്കാട് ക്ഷേത്രസന്നിധിയിൽ നിന്നാരംഭിച്ച് കുന്നംകുളം നഗരത്തിലൂടെ തലക്കോട്ടുകര മഹാദേവ ക്ഷേത്രത്തിൽ സമാപിച്ചു. ശ്രീകൃഷ്ണചരിതം നിശ്ചല ദൃശ്യങ്ങളും ഘോഷയാത്രയെ വർണ്ണാഭമാക്കി. കാണിപ്പയ്യൂർ കാണിശങ്കരപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ രാവിലെ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കുന്നത്തൂർ പടിഞ്ഞാറെടുത്ത വിഷ്ണു ഭട്ടതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ വിശേഷാൽ പൂജകളുമുണ്ടായി. 7:30 ക്ഷേത്രാങ്കണത്തിൽ ആനയുടെ അകമ്പടിയിൽ പഞ്ചവാദ്യം അരങ്ങേറി. ക്ഷേത്രത്തിലെത്തിയ ഭക്തജനങ്ങൾക്ക് രാവിലെ 11 മണി മുതൽ 2 മണിവരെ പ്രസാദഊട്ടും ഒരുക്കിയിരുന്നു. വിവിധ ക്ഷേത്രങ്ങളിൽ നിന്ന് ആരംഭിക്കുന്ന ശോഭയാത്രകൾ വൈകിട്ട് 5-ന് കാണിപ്പയ്യൂർ കാണിശങ്കരപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. തുടർന്ന് നൃത്തം, ഉറിയടിയും നടന്നു. 6:30 മേളവിഭൂഷൺ വെള്ളിത്തിരുത്തി ഉണ്ണിനായരുടെയും കലാനിലയം പ്രവീണിന്റെയും ശിക്ഷണത്തിൽ ക്ഷേത്രത്തിൽ മേളം അഭ്യസിച്ച 2ാം ബാച്ച് വിദ്യാർത്ഥികളുടെ പഞ്ചാരി മേളവും അരങ്ങേറി. നാഷണൽ ഹെറിറ്റേജ് സെന്റർ മഴുവഞ്ചേരി മഹാദേവ ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിച്ചു. ഉണ്ണിക്കണ്ണന്മാരും രാധമാരും അണിനിരുന്ന ഘോഷയാത്രയോടെയാണ് ആഘോഷ പരിപാടികൾ ആരംഭിച്ചത്. ഘോഷയാത്ര ഹെറിറ്റേജ് സെന്ററിൽ എത്തി സമാപിച്ച ശേഷം കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും ഉറിയടിയും നടന്നു. കുട്ടികളുടെ അമ്മമാരും കലാപരിപാടികളിൽ പങ്കാളികളായി. നാഷണൽ ഹെറിറ്റേജ് സെന്റർ ഭാരവാഹികൾ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. മുണ്ടത്തിക്കോട് ബാലഗോകുലത്തിന്റെ ശോഭയാത്ര കല്ലടി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നാരംഭിച്ച് മുണ്ടത്രകാവ് ക്ഷേത്ര പരിസരത്ത് സമാപിച്ചു. വിശ്വപൂജിത നൃത്തകലാക്ഷേത്രം അവതരിപ്പിച്ച കൃഷ്ണരാധ ഗോപിക നൃത്തം ശോഭയാത്രയ്ക്ക് കൊഴുപ്പുകൂട്ടി. യാത്രയിൽ 100 കണക്കിന് കുട്ടികൾ വേഷം കെട്ടി അണിനിരന്നു. സമാപനത്തിൽ ഉറിയടി, വഴുക്കൽ മരം കയറൽ, പ്രസാദ വിതരണം, സമ്മാനദാനം എന്നിവ നടന്നു. രഞ്ജിത്ത്, സതീശൻ തുണ്ടത്തിൽ, പ്രസാദ് ഇയാനിക്കാട്ടിൽ, ഷാജി നെടിയടത്ത്, സുനിൽ, പ്രജിൽ എന്നിവർ നേതൃത്വം നൽകി. കോടനാട്ടു നിന്നും മേഴത്തൂർ ശ്രീ ദുർഗ ബാലഗോകുലം, മേഴത്തൂർ ശ്രീ അയ്യപ്പൻകാവിൽ നിന്നും വന്ന ശോഭയാത്രകൾ മേടത്തൂരിൽ സംഗമിച്ച് മഹാശോഭയാത്രയായി മാറി. തുടർന്ന് സാംസ്കാരിക പരിപാടികൾക്കു ശേഷം ഗോപികാ നൃത്തം, ഉറിയടി എന്നീ മത്സരങ്ങളും നടന്നു. കടങ്ങോട് മണ്ഡലത്തിലെ കടങ്ങോട്, കൈക്കുളങ്ങര, തെക്കുമുറി, കുടക്കുഴി, പാരിക്കുന്ന്, ആദൂർ, വെള്ളർക്കാട് എന്നീ ബാലഗോകുലങ്ങളുടെ നേതൃത്വത്തിൽ വിവിധ പ്രദേശങ്ങളിൽ നിന്നാരംഭിച്ച ഘോഷയാത്രകൾ കടങ്ങോട് മില്ല് സെന്ററിൽ സംഗമിച്ച് മഹാഘോഷയാത്രയായി. കടങ്ങോട് പൊറ്റാംകുന്ന് ശ്രീ ദണ്ഡായുധപാണി ക്ഷേത്രത്തിൽ സമാപിച്ചു. രാധാകൃഷ്ണ വേഷധാരികളായ നിരവധി കുട്ടികൾ ഘോഷയാത്രയിൽ അണിനിരന്നു. തുടർന്നു നടന്ന പൊതുസമ്മേളനത്തിന്
ക്ഷേത്രം കമ്മിറ്റി രക്ഷാധികാരി OS വാസുദേവൻ അധ്യക്ഷനായി. യോഗത്തിൽ വയനാട് ഉരുൾപൊട്ടൽ ദുരിതത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. ബാലഗോകുലം ഗുരുവായൂർ മേഖലാ കാര്യദർശി PK ശിവദാസൻ കഥാപ്രവചനം നടത്തി. സംഘാടക സമിതി സംയോജക് അഭിലാഷ് കടങ്ങോട് സ്വാഗതം പറഞ്ഞു. കുട്ടികളുടെ നൃത്തങ്ങളും ഉറിയുടയ്ക്കലും നടന്നു. മങ്ങാട് ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ മങ്ങാട് ശ്രീ മങ്ങാട്ടുകാവ് അയ്യപ്പൻ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നാരംഭിച്ച ഘോഷയാത്രയിൽ രാധാകൃഷ്ണ വേഷധാരികളായ നിരവധി കുട്ടികൾ അണിനിരന്നു. കൊരട്ടിക്കര പാലച്ചുവട് ഭദ്രകാളി ക്ഷേത്ര സന്നിധിയിൽ നിന്നാരംഭിച്ച ശോഭയാത്ര കുണ്ടൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ സമാപിച്ചു. പരിപാടികൾക്ക് കുരുക്ഷേത്ര ബാലഗോകുലം കമ്മിറ്റി ഭാരവാഹികളായ സുഭാഷ് KB, സുരേഷ് VK, രാജേഷ് VK, വേണുഗോപാൽ PK, രഘുനാഥ് C, KP മോഹനൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പഴഞ്ഞി ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ശോഭയാത്രകൾ വൈകിട്ട് അയ്നൂർ ചീനിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. തുടർന്ന് മഹാശോഭയാത്രയായി വെങ്ങാമുക്ക് പീഠികേശ്വര ശിവക്ഷേത്രത്തിൽ സമാപിച്ചു. ഉറിയടി, നൃത്തം എന്നിവയും വിവിധ നിശ്ചല ദൃശ്യങ്ങളും ഘോഷയാത്രയിൽ അണിനിരന്നു. വെസ്റ്റ് മങ്ങാട് ബാലഗോകുലം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മങ്ങാട് ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് മഹാശോഭയാത്രയായി കോട്ടിയാട്ടുമുക്ക് മഹാവിഷ്ണു ക്ഷേത്രത്തിലെത്തി സമാപിച്ചു. നിശ്ചല ദൃശ്യങ്ങളും ശോഭയാത്രയിൽ അണിനിരന്നു. നെല്ലുവായ് മുല്ലക്കൽ ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ മുല്ലക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നാരംഭിച്ച ഘോഷയാത്ര നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിൽ പ്രദക്ഷിണം ചെയ്ത് മുല്ലക്കൽ ക്ഷേത്രത്തിൽ സമാപിച്ചു. ഉറിയടിയും ഗോപികാ നൃത്തവും നടന്നു. രാധാകൃഷ്ണ വേഷധാരികളായ നിരവധി കുട്ടികൾ പങ്കെടുത്തു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് CCTV. പിറന്നാൾ ദിനത്തിൽ ഉണ്ണിക്കണ്ണനെ കാണുവാൻ ജ്യേഷ്ഠ സഹോദരൻ ബലരാമൻ എത്തിയ സഹോദര സംഗമം ഭക്തിസാന്ദ്രമായി. ഗുരുവായൂർ ദേവസ്വം കീഴടമായ നെന്മിനി ബലരാമ ക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളിപ്പോടുകൂടിയാണ് ബലരാമൻ എത്തിയത്. കലപ്പയേന്തിയ ബലരാമ വേഷധാരികളായ കുട്ടികൾ എഴുന്നള്ളിപ്പിന് പൊലിമയായി. ഗോപികാ നൃത്തവും പൂത്താലവും വാദ്യമേളങ്ങളും ഗജവീരന്മാരും അകമ്പടിയായി. വഴിനീളെ നിറപറയും നിലവിളക്കും ഒരുക്കി ഭക്തർ എഴുന്നള്ളിപ്പിനെ വരവേറ്റു. എഴുന്നള്ളിപ്പ് ഗുരുവായൂർ ക്ഷേത്രനടയിൽ എത്തിയതോടെ ബലരാമനെ ശ്രീകൃഷ്ണ വേഷധാരി ആലിംഗനം ചെയ്ത് സ്വീകരിച്ച് സഹോദര സംഗമം പൂർത്തിയാക്കി. തുടർന്ന് തിരിച്ചെഴുന്നള്ളിപ്പും നടന്നു. അഷ്ടമിരോഹിണിയുടെ ഭാഗമായി നെന്മിനി ക്ഷേത്രത്തിൽ നാരായണീയ പാരായണം, ഉറിയടി, പിറന്നാൾ സദ്യ, വിശേഷാൽ ചുറ്റുവിളക്ക് എന്നിവയും ഉണ്ടായിരുന്നു. ഭാരവാഹികളായ P. പുരുഷോത്തമ പണിക്കർ, AV പ്രശാന്ത്, K. ശ്രീകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. അഷ്ടമിരോഹിണി നാളിൽ ഗുരുവായൂർ ക്ഷേത്രസ്ഥനായി എത്തിയ ഭക്തജന സഹസ്രങ്ങൾക്ക് ദാഹമകറ്റാൻ നഗരസഭ സംഭാര വിതരണം നടത്തി. AKG കവാടത്തിൽ നടന്ന സംഭാര വിതരണം നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. കൗൺസിലർ സുബിത സുധീർ, ക്ലീൻ സിറ്റി മാനേജർ KS ലക്ഷ്മണൻ, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ KS പ്രദീപ് തുടങ്ങിയവർ നേതൃത്വം നൽകി. 500 ലിറ്റർ സംഭാരമാണ് വിതരണം ചെയ്തത്. മറ്റു വാർത്തകൾ. ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ ഡോക്ടറേറ്റ് സ്വന്തമാക്കിയ കടങ്ങോട് കൈക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ തെക്കേമഠം ദേവസ്വം മാനേജർ വടക്കുംപാട്ട് നാരായണൻ നമ്പൂതിരിപ്പാട്, മകൻ VN കൃഷ്ണചന്ദ്രൻ എന്നിവരെ ആദരിച്ചു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ വടക്കേടത്ത് നാരായണൻ നമ്പൂതിരിപ്പാട് വിശിഷ്ട വ്യക്തികൾക്ക് പൊന്നാട അണിയിച്ച് ഉപഹാരങ്ങൾ സമർപ്പിച്ചു. ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് PT സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ CV സുഭാഷ്, അഭിലാഷ് കടങ്ങോട്, കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി ധനഞ്ജയൻ, ശ്യാം ശേഖർ, PV കൃഷ്ണൻകുട്ടി, ഭാസ്കരൻ, പ്രസാദ് എന്നിവർ സംസാരിച്ചു. വടക്കേക്കാട് തിരുവഴഞ്ഞൂരിൽ വീടിനോട് ചേർന്ന പാചകപ്പുര കത്തിനശിച്ചു. AT ബൽറാം റോഡ് പൂവത്തൂർ രവിയുടെ ഓലമേഞ്ഞ പാചകപ്പുരയാണ് കത്തിനശിച്ചത്. തിങ്കളാഴ്ച രാവിലെയാണ് വീട്ടുകാർ വിവരമറിയുന്നത്. രവിയും സഹോദരനും അനിലും കുടുംബവും താമസിക്കുന്ന ഓട് വീടിനോട് ചേർന്നുണ്ടാക്കിയ ഓലമേഞ്ഞ പാചകപ്പുരയാണ് കത്തിനശിച്ചത്. വീട്ടിൽ സൗകര്യം കുറവായതിനാൽ വീട്ടുപകരണങ്ങളും അരിയടക്കമുള്ള പാചക വസ്തുക്കളും പാത്രങ്ങളും ഇവിടെയാണ് സൂക്ഷിച്ചിരുന്നത്. കൂടാതെ വാഷിംഗ് മെഷീൻ, മിക്സി, കുക്കർ എന്നിവയും കത്തി നശിച്ചിട്ടുണ്ട്. സംഭവസമയം വീട്ടിൽ കുട്ടികളടക്കമുള്ള താമസക്കാർ ഉണ്ടായിരുന്നെങ്കിലും പുറത്ത് പാചകപ്പുര കത്തുന്നത് ആരും അറിഞ്ഞില്ല. പാചകപ്പുരയോട് ചേർന്ന വീടിന്റെ ചുമർ ചെറുതായി കത്തിയിട്ടുണ്ടെങ്കിലും തീ പടർന്നു പിടിക്കാതെ അണഞ്ഞതിനാൽ കൂടുതൽ അപകടം ഉണ്ടായില്ല. മഴയത്ത് വെള്ളം ചോർന്നൊലിക്കാതിരിക്കാൻ ഓലയ്ക്ക് മുകളിൽ ടാർപോളിൻ ഷീറ്റും വിരിച്ചിട്ടുണ്ടായിരുന്നു. പാചകപ്പുരയിലെ മുഴുവൻ സാധനങ്ങളും കത്തിക്കരിഞ്ഞ നിലയിലാണ്. ഹൃദയസംബന്ധമായ അസുഖമുള്ള രവിയുടെ ചികിത്സയ്ക്ക് തന്നെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന കുടുംബത്തിന് ഈ സംഭവം താങ്ങാവുന്നതിലും വലുതാണ്. വാർഡ് മെമ്പർ രുക്മിയ സുധീർ, ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ ബിജു പള്ളിക്കര എന്നിവർ സ്ഥലം സന്ദർശിച്ചു. കുടുംബത്തിന് നഷ്ടപരിഹാരം ലഭിക്കുന്നതിനായി വില്ലേജ് ഓഫീസർ അടക്കമുള്ളവർക്ക് അപേക്ഷ നൽകുമെന്ന് ഡിവിഷൻ മെമ്പർ ബിജു പള്ളിക്കര പറഞ്ഞു. വീടിന്റെ ചേർന്ന് നിൽക്കുന്ന വെപ്പുവര എന്ന് പറഞ്ഞാൽ ഇവരെല്ലാ കാര്യങ്ങളും ചെയ്യുന്ന സംവിധാനമാണ്. ഭക്ഷണം പാചകം ചെയ്യുന്നതും വസ്ത്രങ്ങളും മിക്സി അതുപോലെ എല്ലാ സാധനങ്ങളും വെച്ച് സൂക്ഷിക്കുന്ന സ്ഥലമാണ്. പ്രയാസത്തിലുള്ള കുടുംബമാണ്. വലിയ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്.
നമ്മൾ വില്ലേജ് ഓഫീസറിനെ കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്. ഇവർക്ക് സാമ്പത്തിക സഹായം വില്ലേജിൽ നിന്ന് എന്തെങ്കിലും കിട്ടാനുള്ള സംവിധാനം കൂടി ഉണ്ടാവണമെന്നാണ് പറയാനുള്ളത്. CCTV ന്യൂസ് പുന്നേർകുളം. സെപ്റ്റംബർ 5 നടക്കുന്ന CPM കടങ്ങോട് കിഴക്കുമുറി ബ്രാഞ്ച് സമ്മേളനത്തിന്റെ ഭാഗമായി ശുചീകരണ പ്രവർത്തികൾ നടത്തി. കടങ്ങോട് അക്കിക്കാവ് റോഡിൽ മാഞ്ഞാറപ്പാടത്തെ റോഡിന് ഇരുവശവും കാട് പിടിച്ച് കിടന്നിരുന്ന സ്ഥലം വെട്ടി വൃത്തിയാക്കി. ഇവിടേക്ക് വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ ഭക്ഷിക്കാൻ വരുന്ന നായ്ക്കൾ കാൽനട യാത്രികർക്കും ബൈക്ക് യാത്രികർക്കും ഒരുപോലെ ഭീഷണിയും പലപ്പോഴും അപകടങ്ങൾക്കും കാരണമാകാറുണ്ട്. CPM വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി ഡോക്ടർ KD ബാഹുലയൻ ശുചീകരണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു. CA ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ കമ്മിറ്റി അംഗം PS പ്രസാദ്, ലോക്കൽ കമ്മിറ്റി അംഗം CV സുഭാഷ്, മഹിളാ അസോസിയേഷൻ പ്രവർത്തകരായ CG പ്രസാദ്, രമ്യ അജി, ബ്രാഞ്ച് സെക്രട്ടറി PB വിഷ്ണു, DYFI യൂണിറ്റ് സെക്രട്ടറി നിജീഷ്, ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇയാൾ നവോദയ കലാകായിക വേദിയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ്, സൗജന്യ നേത്ര പരിശോധന, ഹോമിയോപ്പതി ചികിത്സ എന്നിവ ക്യാമ്പിൽ നടന്നു. വാർഡ് മെമ്പർ സിമി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് വിൻഡോ വർഗീസ്, സെക്രട്ടറി ക്രിസ്റ്റോ ജോസ്, ട്രഷറർ വിവേക് വിശ്വനാഥൻ, മെമ്പർമാരായ ഷാഹിൽ, സുഹേൽ, റാഷി, സുഫീദ്, ശ്രീനാഥ്, മനു, ബാസിത്ത്, അമൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. കുന്നംകുളം പോലീസ് സ്റ്റേഷന് മുൻപിൽ വൺവേ ലംഘിച്ചെത്തിയ ബൈക്ക് ഇടിച്ച് മറ്റൊരു ബൈക്ക് യാത്രികന് പരിക്ക്. വാടനപ്പള്ളി സ്വദേശി പുറത്തല വീട്ടിൽ പ്രദീപിനാണ് പരിക്കേറ്റത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയായിരുന്നു അപകടം. തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്കും എതിർദിശയിൽ വൺവേ ലംഘിച്ചെത്തിയ മറ്റൊരു ബൈക്കും പോലീസ് സ്റ്റേഷൻ മുൻപിൽ വെച്ച് കൂട്ടിയിടിക്കുകയാണ്. ഇടിയാഘാതത്തിൽ കാലിന് ഗുരുതരമായി പരിക്കേറ്റ ബൈക്ക് യാത്രികനെ കുന്നംകുളം നന്മ ആംബുലൻസ് പ്രവർത്തകർ മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ ഇരു ബൈക്കുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. കുന്നംകുളം പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. ഗുരുവായൂർ നെന്മനി ഗ്രാമസേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ദേശീയ നേത്രദാന പക്ഷാചരണവും നേത്രരോഗ നിർണയ ക്യാമ്പും നടത്തി. MR മുകുന്ദരാജ, ജയപ്രകാശ് പയ്യപ്പാട്ട്, നീലേഷ് നെന്മനി, ബാലകൃഷ്ണൻ കണ്ടംപുള്ളി, രാജൻ മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം നഗരസഭ ഓഫീസിനോട് ചേർന്നുള്ള റോഡിൽ ഉപജീവന മാർഗത്തിനായി ലോട്ടറി ടിക്കറ്റ് കച്ചവടം നടത്തുന്ന ശാരീരിക അവശതകൾ നേരിടുന്ന കാണിപ്പേർ കിഴക്കൂട്ടയിൽ ശാന്തകുമാരിക്ക് DYFI കുന്നംകുളം ഈസ്റ്റ് ബ്ലോക്ക് കമ്മിറ്റി 100 ലോട്ടറി വാങ്ങാനുള്ള പണം നൽകി. DYFI കുന്നംകുളം ഈസ്റ്റ് കമ്മിറ്റിക്ക് വേണ്ടി CPM ജില്ലാ കമ്മിറ്റി അംഗം M ബാലാജി, ഏരിയ സെക്രട്ടറി MN സത്യൻ എന്നിവർ ചേർന്ന് ശാന്തകുമാരിക്ക് ധനസഹായ തുകയായി 4000 രൂപ കൈമാറി. DYFI കുന്നംകുളം ഈസ്റ്റ് ബ്ലോക്ക് സെക്രട്ടറി KS സൈഫുദ്ദീൻ, കുന്നംകുളം ഈസ്റ്റ് മേഖലാ സെക്രട്ടറി MR രജീഷ്, ഈസ്റ്റ് മേഖലാ പ്രസിഡന്റ് സിബിൻ, MR രതീഷ്, അക്ഷയ്, അമൃത തുടങ്ങിയവർ പങ്കെടുത്തു. കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു ശാന്തകുമാരിയുടെ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന ടിക്കറ്റുകൾ ലോട്ടറി വാങ്ങാനെന്ന വ്യാജേന എത്തിയ അജ്ഞാതൻ കവർന്നത്. അഞ്ഞൂരിൽ ആപ്പെ ഗുഡ്സും ബൈക്കും കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്ക്. തൊഴിയൂർ സ്വദേശി മണ്ണൂരയിൽ വീട്ടിൽ മൊയ്നുദ്ദീനാണ് പരിക്കേറ്റത്. കമ്പനിപ്പടി ഭാഗ്യലക്ഷ്മി ഓഡിറ്റോറിയത്തിന് സമീപത്തായിരുന്നു അപകടം. പരിക്കേറ്റ ബൈക്ക് യാത്രികനെ വയലത്തൂർ ആക്സ് ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം ദയ ആശുപത്രിയിലേക്കും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി തൊഴിയൂർ ലൈഫ് കെയർ ആംബുലൻസ് പ്രവർത്തകർ കൂർക്കഞ്ചേരി എലൈറ്റ് ആശുപത്രിയിലേക്കും പ്രവേശിപ്പിച്ചു. കുന്നംകുളം വിദ്യാഭ്യാസ ഉപജില്ലാ കായിക മത്സരത്തിൽ ഗോഗോയിൽ അക്കിക്കാവ് TM വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് മികച്ച നേട്ടം. പഴഞ്ഞി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ നടന്ന മത്സരത്തിൽ പെൺകുട്ടികളുടെ സബ് ജൂനിയർ വിഭാഗത്തിൽ 1ാം സ്ഥാനവും പെൺകുട്ടികളുടെ ജൂനിയർ വിഭാഗത്തിൽ 3ാം സ്ഥാനവുമാണ് TM സ്വന്തമാക്കിയത്. വിജയികൾക്ക് കുന്നംകുളം വിദ്യാഭ്യാസ ഉപജില്ലാ സെക്രട്ടറി ശ്രീജേഷ് മെഡലുകൾ സമ്മാനിച്ചു. വിജയികളെ സ്കൂൾ മാനേജ്മെന്റും അധ്യാപകരും അഭിനന്ദിച്ചു. ആഗസ്റ്റ് 27 അത്താണി JMJ സ്കൂളിൽ നടക്കുന്ന റവന്യൂ ജില്ലാ കായികമേളയിൽ പെൺകുട്ടികളുടെ സബ് ജൂനിയർ വിഭാഗത്തിൽ നിന്ന് 6 പേരും ജൂനിയർ വിഭാഗത്തിൽ നിന്ന് 1 വിദ്യാർത്ഥിയും സ്കൂളിന് വേണ്ടി മത്സരിക്കും. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി വടക്കേക്കാട് മുക്കലപീടിക യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഭദ്രം ധനസഹായ വിതരണവും SSLC+2 വിദ്യാർത്ഥികളെ ആദരിക്കലും നടന്നു. AMK കോംപ്ലക്സ് പരിസരത്ത് നടത്തിയ ചടങ്ങ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റും സീനിയർ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. ഭദ്രം കുടുംബസുരക്ഷാ പദ്ധതിയിൽ അംഗമായിരുന്ന കഴിഞ്ഞ മാസം മരണപ്പെട്ട ഫോൺ ഹൌസ് മൊബൈൽ ഷോപ്പ് ഉടമ നൌഷാദിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപയുടെ ധനസഹായം വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ കൈമാറി. യൂണിറ്റിൽ നിന്ന് SSLC+2 പാസ്സായ വ്യാപാരികളുടെ മക്കളെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് ലൂക്കോസ് തലക്കോട്ടൂർ ഉപഹാരം നൽകി ആദരിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് ഷാജൻ വാഴപ്പള്ളി അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി അബ്ദുൽ ഗഫൂർ സ്വാഗതവും യൂണിറ്റ് ട്രഷറർ കൃഷ്ണകുമാർ നന്ദിയും പറഞ്ഞു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി വടക്കേക്കാട് മുക്കിലപീടിക യൂണിറ്റ് ഭാരവാഹികൾ നേതൃത്വം നൽകി. CCTV ന്യൂസ് പുന്നേർകുളം. നമ്മൾ വയനാട് ക്യാമ്പയിന്റെ ഭാഗമായി DYFI തിരുവത്ര മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ചിൽ
പടമെടുക്കൂ വയനാടിനെ സഹായിക്കൂ എന്ന ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് എറിൻ ആന്റണി, SFI സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഹസൻ മുബാറക്ക്, ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, ബ്ലോക്ക് ട്രഷറർ TM ഷെഫീഖ്, ഡിവൈഎഫ്ഐ തിരുവത്ര മേഖലാ സെക്രട്ടറി ജാബിർ KU, പ്രസിഡന്റ് MS ജിതീഷ്, കൗൺസിലർമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. 9,800 രൂപയാണ് സമാഹരിച്ചത്. അഗതിയൂർ കലശമല ആര്യലോകാശ്രമത്തിൽ ചട്ടമ്പി സ്വാമി ജയന്തിയും രക്ഷാബന്ധനും ആഘോഷിച്ചു. ആര്യലോകാശ്രമവും ഗുരുവായൂർ പ്രജാപിത ബ്രഹ്മകുമാരി സേവാശ്രമവും ചേർന്നാണ് ആഘോഷങ്ങൾ നടത്തിയത്. ആര്യലോകാശ്രമാധിപൻ ആര്യമഹർഷി അനുഗ്രഹ ഭാഷണം നിർവഹിച്ചു. ബ്രഹ്മകുമാരി സേവാശ്രമത്തിലെ ഹിമരൂപാജി, ഡോക്ടർ ശശീന്ദ്രൻ, ആര്യനാമിക എന്നിവർ പ്രഭാഷണം നടത്തി. തുടർന്ന് രക്ഷാബന്ധനവും മധുര വിതരണവും ഉണ്ടായിരുന്നു. പെരുമ്പ്ലാവ് പൊതിയഞ്ചേരിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ദേശഗുരുതി നടത്തി. ക്ഷേത്രത്തിൽ നടന്ന അഷ്ടമംഗല പ്രശ്നവിധി പ്രകാരം ജ്യോതിഷികളുടെ നിർദ്ദേശാനുസരണമാണ് ദേശഗുരുതി നടത്തിയത്. ക്ഷേത്രം തന്ത്രി പാലക്കാട്ടിരി നാരായണൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം മേൽശാന്തി ഉണ്ണികൃഷ്ണൻ എമ്പ്രാന്തിരി, കഴകം വിഷ്ണു നമ്പൂതിരി എന്നിവർ സഹകാർമ്മികരായി. ഗുരുതി ദിവസമായ ഞായറാഴ്ച രാവിലെ ത്രികാലപൂജ, ഉച്ചപൂജ, തുടർന്ന് നവകം, പഞ്ചഗവ്യ അഭിഷേകം എന്നിവയും വൈകിട്ട് ദീപാരാധനയും ശേഷം നാലമ്പലത്തിന് പുറത്ത് പ്രത്യേകം തയ്യാറാക്കിയ തർപ്പണ പന്തലിലാണ് ചടങ്ങുകൾ നടന്നത്. ചടങ്ങുകളിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. ഗുരുതിക്ക് ശേഷം ഭക്തർക്ക് പ്രസാദം വിതരണം ചെയ്തു. തുടർന്ന് ദേവീ ചൈതന്യം ശ്രീകോവിലിലേക്ക് തിരിച്ചെഴുന്നള്ളിച്ച് നടയടച്ചു. ഗുരുതി കഴിഞ്ഞ് 7 ദിവസം നടയടയ്ക്കുന്നതിനാൽ 7ാം പൂജയ്ക്ക് ശേഷമേ ഭക്തർക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശനമുണ്ടായിരിക്കുകയുള്ളൂ. ദേശഗുരുതിക്ക് ക്ഷേത്രഭരണസമിതി പ്രസിഡന്റ് ES ബാബു, സെക്രട്ടറി TV വിനോദ്, ഖജാൻജി ഐനിക്കൽ വിശ്വനാഥൻ, ക്ഷേത്രകോമരം വിനോദ്, ഊരാളൻ ധർമ്മരാജൻ, ഭരണസമിതി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ് പെരുമ്പിലാവ്. ബാലഗോകുലം പുന്നയൂർക്കുളം താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജ്ഞാനപ്പാന പാരായണം നടത്തി. ആൽത്തറ ഗോവിന്ദപുരം ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു തിങ്കളാഴ്ച രാവിലെ 8 മണി മുതൽ ജ്ഞാനപ്പാന പാരായണം നടത്തിയത്. സ്വാമി പവന പുത്രദാസ് ജന്മാഷ്ടമി സന്ദേശം നൽകി. രമണി അശോകൻ നാലപ്പാട്ടിന്റെ നേതൃത്വത്തിലാണ് ജ്ഞാനപ്പാന പാരായണം നടത്തിയത്. പൊതുകാര്യദർശി ബാബു അയോധ്യ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ താലൂക്ക് അധ്യക്ഷൻ T അശോകൻ, ശകുന്തള ഷീബ, ഗോപിനാഥ്, ലതാ സോമൻ, ബിന്ദു രാജൻ, ലാലി, രമിത തുടങ്ങിയവർ നേതൃത്വം നൽകി. ബാലസംഘം ചൂണ്ടൽ മേഖലാ സമ്മേളനം നടന്നു. പാറന്നൂർ ജനകീയ വായനശാല ഹാളിൽ നടന്ന സമ്മേളനം ബാലസംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് ആഷ്മി ബൈജു ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് TS അനന്യ അധ്യക്ഷയായി. മേഖലാ സെക്രട്ടറി ഭാഗ്യ ബാബു പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവും ഏരിയ സെക്രട്ടറിയുമായ PV ലെനിൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. CPIM ഏരിയ കമ്മിറ്റി അംഗം MB പ്രവീൺ, ലോക്കൽ സെക്രട്ടറി TP റാഫേൽ, ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ, സംഘാടക സമിതി ചെയർമാൻ വത്സൻ പാറന്നൂർ, ഏരിയ കോർഡിനേറ്റർ രമേഷ് ചൂണ്ടൽ, ഏരിയ ജോയിന്റ് കൺവീനർ PK ഷെബീർ, ഏരിയ വൈസ് പ്രസിഡന്റ് അമീൻ, മേഖലാ സെക്രട്ടറി മിഖ P വിനു എന്നിവർ സംസാരിച്ചു. വയനാട് ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സമ്മേളനത്തിൽ പങ്കെടുത്ത കുട്ടികൾ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. ഭാരവാഹികളായി TS അനന്യ പ്രസിഡന്റ്, മിഖ P വിനു സെക്രട്ടറി, PC രതീഷ് കൺവീനർ, ശൈലജ പുഷ്പാകരൻ കോർഡിനേറ്റർ എന്നിവരെ തെരഞ്ഞെടുത്തു. CCTV ന്യൂസ് കേച്ചേരി. UAE പുരോഗമന കൂട്ടായ്മയായ സമത കുന്നംകുളത്തിന്റെ നാട്ടിലെ സമ്മേളനവും SSLC +2 വിജയികൾക്കുള്ള അവാർഡ് വിതരണവും നടന്നു. അർബൻ ബാങ്ക് ഹാളിൽ നടന്ന ചടങ്ങ് CPM കുന്നംകുളം ഏരിയ സെക്രട്ടറി MN സത്യൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് UV അനിൽ അധ്യക്ഷനായി. കർഷകശ്രീ അവാർഡ് ജേതാവും CPM ജില്ലാ കമ്മിറ്റി അംഗവുമായ M ബാലാജി മുഖ്യാതിഥിയായി. സെക്രട്ടറി രമിത് കണ്ടാണശ്ശേരി, ട്രഷറർ സുമേഷ് ഉപ്പത്തിൽ എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി ആട്ടത്തറ പള്ളിക്ക് സമീപം ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരന് പരിക്ക്. ചിറ്റണ്ട ചങ്ങങ്കുഴിയിൽ വീട്ടിൽ സുധീഷിനാണ് പരിക്കേറ്റത്. ഉച്ചതിരിഞ്ഞ് 3:30 അപകടം. പരിക്കേറ്റ സുധീഷിനെ എരുമപ്പെട്ടി ആക്സ് ആംബുലൻസ് പ്രവർത്തകർ അത്താണി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആനക്കല്ല് ലാസിയോ ക്ലബ്ബ് സംഘടിപ്പിച്ച ആനക്കല്ല് പ്രീമിയർ ലീഗ് സീസൺ 2 വെറ്ററൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ ഗില്ലി ബോയ്സ് ആനക്കല്ല് ജേതാക്കളായി. ലാസിയോ ആനക്കല്ല് റണ്ണേഴ്സ് അപ്പായി മികച്ച ടീമായി ചോയ്സിനെ തെരഞ്ഞെടുത്തു. 30 വയസ്സിന് മുകളിൽ പ്രായമുള്ള 36-ൽ പരം താരങ്ങൾ അണിനിരന്ന ടൂർണമെന്റിൽ ലാസിയോ, ഗില്ലി, നിനവ്, ചോയ്സ് എന്നീ ടീമുകളാണ് അണിനിരന്നത്. ടൂർണമെന്റിൽ മികച്ച താരമായി ഗില്ലി ബോയ്സിലെ സോനുവിനെയും, ഫോർവേഡായി ലാസിയോ ടീമിലെ രജിലും, ഗോൾ കീപ്പർ ഗില്ലി ടീമിലെ പ്രസാദ്, ഡിഫൻഡർ ഗില്ലി ടീമിലെ ഫാരിസ്, ടോപ്പ് സ്കോററായി ഗില്ലി ടീമിലെ സോനു, മികച്ച ഗോൾ നേടിയ താരമായി ചോയ്സ് ടീമിലെ സുബിലാഷിനെയും സ്പിരിറ്റ് ഓഫ് ഗെയിമായി വിജീഷിനെയും തെരഞ്ഞെടുത്തു. ദേശീയ കായിക ദിനാചരണത്തിന്റെ ഭാഗമായി മാസ്ഗ മന്ദലാകുന്ന ഫുട്ബോൾ മത്സരം സംഘടിപ്പിക്കുന്നു. ഗോൾ ബീച്ചിൽ സോക്കർ ഫെസ്റ്റ് വ്യാഴാഴ്ച ആരംഭിക്കും. പങ്കെടുക്കാൻ താല്പര്യമുള്ള ടീമുകൾ
82 81 72 82 66, മറ്റൊരു നമ്പർ 80 89 54 75 79 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പറുകൾ ആവർത്തിക്കാം: 82 81 72 82 66, 80 89 54 75 79. വിപണി കുന്നംകുളത്ത് സിയാര ക്രാഫ്റ്റ്സ് ആൻഡ് ഗിഫ്റ്റ്സ് പ്രവർത്തനം ആരംഭിച്ചു. കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡ് റോഡിൽ സബ് ട്രഷറിക്ക് സമീപം അലൈഡ് കോംപ്ലക്സിലാണ് സിയാര ക്രാഫ്റ്റ് ആൻഡ് ഗിഫ്റ്റ്സ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ നിർവഹിച്ചു. ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KP സാക്സൺ ആദ്യ വിൽപ്പന നടത്തി. സ്ഥാപന ഉടമകളും ജനപ്രതിനിധികളും കുടുംബാംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. ക്രാഫ്റ്റ് ഐറ്റംസ്, ആർട്ട് സപ്ലൈസ്, ജ്വല്ലറി മേക്കിംഗ് കിറ്റ്സ്, എംബ്രോയിഡറി ആൻഡ് സ്റ്റിച്ചിംഗ് ടൂൾസ് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ്. ഹോം ഡെക്കറിനായുള്ള സെറാമിക് പോട്ട്സ്, ഗ്ലാസ് ബോട്ടിൽസ്, കാൻഡിൽസ് എന്നിവയുടെ വിപുലമായ ശേഖരവും ലഭ്യമാണ്. ക്രാഫ്റ്റ് ആൻഡ് ഗിഫ്റ്റ്സിന്റെ ചെറുതും വലുതുമായ എല്ലാ ഉൽപ്പന്നങ്ങളും മിതമായ നിരക്കിൽ ലഭ്യമാകും. സ്ഥാപനത്തിന്റെ വിലാസം: സിയാറ ക്രാഫ്റ്റ് ആൻഡ് ഗിഫ്റ്റ്സ്, അലൈഡ് കോംപ്ലക്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, ഓപ്പോസിറ്റ് സബ് ട്രഷറി, കുന്നംകുളം. ഫോൺ 9400880081. തൃശൂർ ജില്ലാതല റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ 15 54 കിലോഗ്രാം വിഭാഗത്തിൽ വെങ്കല മെഡൽ സ്വന്തമാക്കിയ ജിയ അന്നയെ കോൺഗ്രസ് എരുവപ്പെട്ടി 136 ബൂത്ത് കമ്മിറ്റി അനുമോദിച്ചു. UDF നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. പ്രവാസി മണ്ഡലം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നജീബ് കൊമ്പത്തയിൽ അധ്യക്ഷനായി. നേതാക്കളായ അമ്പലപ്പാട്ട് മുരളീധരൻ, അജു നെല്ലുവായ്, K ഗോവിന്ദൻകുട്ടി, NK കബീർ, KR രാധിക, ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റ് രവി എന്നിവർ സംസാരിച്ചു. ഷക്കീർ, ജോജു, ജയ്സൺ താണിക്കൽ, ഐപ്പുണ്ണി, കൊച്ചപ്പൻ എന്നിവർ നേതൃത്വം നൽകി. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 6695 രൂപ, സ്വർണം പവന് 53,560 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 93 രൂപ. ചർമ്മം എരുമപ്പെട്ടിയിലെ INTUC ചുമട്ടുതൊഴിലാളി യൂണിയൻ അംഗമായിരുന്ന വീരത്ത് കുഞ്ഞുണ്ണി നിര്യാതനായി. 70 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ചിരുത ഭാര്യയും ലിജിയ മകളുമാണ്. പുന്നത്തൂർ റോഡ് കൂളിയാട്ട് മുസ്ലിം പള്ളിക്ക് സമീപം താമസിക്കുന്ന പണ്ടാരത്തിൽ ബാദുഷ നിര്യാതനായി. 78 വയസ്സായിരുന്നു. കബറടക്കം മണത്തല ജുമാ മസ്ജിദിൽ നടന്നു. വേലൂർ അയ്മൂർ റോഡിൽ അത്താണിക്കൽ സത്യൻ നിര്യാതനായി. 57 വയസ്സായിരുന്നു. സംസ്കാരം ചെറുതുരുത്തി പള്ളം പുണ്യതീരത്ത് നടന്നു. സുന്നിത ഭാര്യയാണ്. സുധീഷ്, അബി, സന്ദീപ് എന്നിവർ മക്കളാണ്. കുന്നംകുളം അയ്യപ്പത്ത് റോഡിൽ ശങ്കരപുരം അമ്പലത്തിന് പിൻവശം കാട്ടിശ്ശേരി ബാലൻ മകൻ ഷനോജ് നിര്യാതനായി. 31 വയസ്സായിരുന്നു. സംസ്കാരം ഷൊർണൂർ ചെറുതുരുത്തി ശാന്തി തീരത്ത് നടന്നു. വസന്തയാണ് മാതാവ്. ഷിമിന സഹോദരിയാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. പന്നിത്തടം കേച്ചേരി റോഡിൽ നീണ്ടൂർ തങ്ങൾപടിയിൽ അമ്മയെയും 10 വയസ്സ് പ്രായമുള്ള മകളെയും വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പഴഞ്ഞി സ്വദേശി കണ്ടറശ്ശേരി വീട്ടിൽ അനീഷിന്റെ ഭാര്യ 35 വയസ്സുള്ള രേഖ, മകൾ 10 വയസ്സുള്ള ആരതി കൃഷ്ണ എന്നിവരാണ് മരിച്ചത്. കുടുംബ വഴക്കാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന സൂചന. ഒല്ലൂരിൽ 103 ഗ്രാം MDMA-യുമായി കുന്നംകുളം സ്വദേശികൾ അറസ്റ്റിൽ. ദേശീയപാത നടത്തറയിൽ നിന്ന് പിടിയിലായത് കാണിപ്പയ്യൂർ സ്വദേശി വിഷ്ണു, അടുപ്പുട്ടി സ്വദേശി ശരത് എന്നിവർ. ബാംഗ്ലൂരിൽ നിന്ന് കുന്നംകുളത്തേക്ക് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നിരുന്ന മയക്കുമരുന്നാണ് പിടികൂടിയത്. എരുമപ്പെട്ടിയിൽ വിൽക്കുന്നതിനും വാങ്ങുന്നതിനും കഞ്ചാവ് കൈവശം സൂക്ഷിച്ചിരുന്ന യുവാക്കളും പോലീസ് പിടിയിൽ. ആഘോഷപൂർവ്വം ശ്രീകൃഷ്ണ ജയന്തി. പിറന്നാൾ ദിനത്തിൽ ഉണ്ണിക്കണ്ണനെ ഒരു നോക്ക് കാണുവാനും പിറന്നാൾ സദ്യയിൽ പങ്കെടുക്കാനുമായി ഗുരുഭവനപുരിയിലേക്ക് ആയിരങ്ങളെത്തി. വിവിധ ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടന്ന അഷ്ടമിരോഹിണി ഘോഷയാത്ര ഗുരുഭവനപുരിയെ അമ്പാടിയാക്കി. നാടാകെ നടന്ന ശോഭായാത്രകളും വർണ്ണാഭം.
റോഡ് അറ്റകുറ്റപ്പണി, കേച്ചേരിയിൽ ഗതാഗത കുരുക്ക് രൂക്ഷം. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ കേച്ചേരി ചൂണ്ടൽ മേഖലയിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കേച്ചേരി സെന്ററിൽ ഗതാഗത കുരുക്ക് യാത്രികർക്ക് ദുരിതമായത്. ടാറിംഗ് മിക്സിന്റെ ലഭ്യതക്കുറവ് മൂലം നിർത്തിവെച്ച തൃശൂർ കുറ്റിപ്പുറം റോഡിലെ കേച്ചേരി ചൂണ്ടൽ മേഖലയിലെ ടാറിംഗ് പ്രവൃത്തി പുനരാരംഭിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. CCTV നിങ്ങൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളുടെ പിന്തുടരാൻ. പ്രതിദിന വാർത്തകൾ, പ്രോഗ്രാമുകളെല്ലാം യൂട്യൂബിൽ ലഭ്യമാണ്. ഏറ്റവും പുതിയ പ്രാദേശിക വാർത്തകൾക്ക് സന്ദർശിക്കുക www.cctvonline.in. നമസ്കാരം.